ഹായ് അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ടു എവരി വൺ. ഞാൻ ബിസ്മയ. വെൽക്കം ടു സോൾ മാംഗോ പിക്കിൾ. അപ്പോൾ ക്രിസ്മസ് ഒക്കെയാണ്, ന്യൂ ഇയറും വരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരിക്കും. അപ്പോൾ ഈ സന്തോഷത്തിന് നമുക്കൊരു മധുരം നൽകാൻ ഒരു കേക്ക് ആയാലോ? അതും വെറും കേക്ക് അല്ല, പ്ലം കേക്ക് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പ്ലം കേക്ക് ഇല്ലാത്ത എന്ത് ക്രിസ്മസ് അല്ലേ? അപ്പോൾ നമുക്ക് ഒരു അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പി കാണാം. കുഞ്ഞമ്മയാണ് ചെയ്യാൻ പോകുന്നത്, നമുക്കത് കാണാം. ഹായ്, ഞാൻ സന്ധ്യ. അപ്പോൾ നമുക്ക് പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: മൈദ 1.5 കപ്പ്, 70 ഗ്രാം ബട്ടർ, ടൂട്ടി ഫ്രൂട്ടി 100 ഗ്രാം, കറുത്ത മുന്തിരി 50 ഗ്രാം, വെള്ളമുന്തിരി 50 ഗ്രാം, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം, ഓറഞ്ച് ജ്യൂസ് ആവശ്യത്തിന്, മുട്ട 2 എണ്ണം, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, പഞ്ചസാര 1.5 കപ്പ്, പട്ട, ഏലക്ക, ഗ്രാമ്പു എന്നിവ പൊടിച്ചത് 1.5 ടീസ്പൂൺ. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഓറഞ്ച് ജ്യൂസാണ്. നമുക്കിനി ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാവേ. ഞാൻ ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്, നമുക്കിത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും 50 ഗ്രാം വെച്ചാണ് എടുത്തിട്ടുള്ളത്. ടൂട്ടി ഫ്രൂട്ടി 100 ഗ്രാമും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ നല്ല ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ നമുക്കിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിന് ആവശ്യമായ കാരമൽ തയ്യാറാക്കാം. അതിനായി പാൻ ചൂടായി വരുമ്പം അതിലോട്ട് 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലതുപോലെ കാരമലൈസ് ആയി വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പം കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ ആവശ്യമായ ഒരു ഓവൻ സെറ്റപ്പ് റെഡിയാക്കാം. ഞാൻ ഇതിനായി അത്യാവശ്യം വലിപ്പമുള്ള ഒരു അലൂമിനിയം ചരുവാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആവശ്യമുള്ള എന്തുവാ, ചരുവാണോ ഉരുളിയാണോ എന്തുവാണെന്ന് വെച്ച് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചരുവാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചരുവത്തിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുന്ന ഈ ചരുവത്തിൻ്റെ അടിവശം കരിഞ്ഞു പോയിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു റിങ് വെച്ച് കൊടുക്കാം. റിങ്ങോ സ്റ്റാൻഡ് എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ എന്തോ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയത്തിനുള്ളിൽ നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഈ മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സായി വരുമ്പോൾ നമുക്കിതിനകത്തോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈ മുട്ടയുടെ ഒരു മണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിനകത്തോട്ട് വാനില എസൻസ് ചേർക്കുന്നത്. വാനില എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. നല്ലതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ചേർത്ത് കൊടുക്കുക. 70 ഗ്രാം ബട്ടറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചാര ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് പഞ്ചാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, പട്ട എന്നിവ പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാരമൽ ഒഴിച്ചു കൊടുക്കാം. കാരമൽ ഒഴിച്ചതിന് ശേഷം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം.
ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മൈദ ഒറ്റയടിക്കിട്ട് മിക്സ് ചെയ്തെടുക്കരുത്, കുറച്ച് ഇട്ട് കൊടുത്ത് വേണം മിക്സ് ചെയ്തെടുക്കാൻ. അങ്ങനെ ഞാൻ 1.5 കപ്പ് മൈദയും ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ സോക്ക് ചെയ്താൽ വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ ആവശ്യമായ ഒരു ബേക്കിംഗ് ട്രേ എടുക്കാം. നമുക്കിത് നല്ലതുപോലെ ഒന്ന് നെയ്യ് തേച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി അതിലേക്കും കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഇല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾ ഓയിൽ യൂസ് ചെയ്താലും മതി. ഇനി ഈ ട്രേയിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഈവൻലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തുള്ള എയർ ബംപ്സ് ഒക്കെ പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് നട്ട്സും കിസ്മിസും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഓവൻ സെറ്റപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിലോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഏകദേശം 1 മണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിം ആക്കാൻ, ഇല്ലേ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് വെന്തോന്ന് നമുക്ക് ഒരു സ്റ്റിക്ക് വെച്ച് നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം കേക്ക് നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം. ഇനി ബട്ടർ പേപ്പർ നമുക്കൊന്ന് ഇളക്കി മാറ്റാം. നോക്കിക്കേ, നമ്മുടെ കേക്ക് എന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് നോക്കി. ഞാൻ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം നിങ്ങളെ. അകമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ച് പോലെയുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ക്രിസ്മസ് ഒക്കെ അല്ലേ, എല്ലാവരും ഈ പ്ലം കേക്ക് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും വക മേരി ക്രിസ്മസ്. അപ്പോൾ വൺസ് അഗെയിൻ മേരി ക്രിസ്മസ് ടു എവരിവൺ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എവരിവൺ ടേക്ക് കെയർ. ബൈ.